ഇന്ന് നമ്മൾ എടുക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പാർട്ട് 4 ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതുവരെയും പഠിച്ചെന്താണ്, ആം ഈസ് ആർ അല്ലേ, ആണ് എന്നുള്ള അർത്ഥമാണ് വന്നിരുന്നത് അല്ലേ. അപ്പൊ അത് നമ്മൾ പഠിച്ചിരുന്നത് സബ്ജക്റ്റിനോട് പ്ലസ് ഈ ആം ഈസ് ആർ, പിന്നെ പ്ലസ് എന്താണ് വെർബ് പ്ലസ് ING ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അല്ലേ. അത് പഠിച്ചിരുന്നു. അപ്പൊ നമ്മൾ ആം ഈസ് ആർ എന്നുള്ള അർത്ഥമാണ് നമ്മൾ എന്ത് ആം ഈസ് ആർ അല്ലേ, ഇതിന്റെ അർത്ഥമാണ് എന്ത് ആണ് എന്നുള്ള അർത്ഥം നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ. അതെങ്ങനെയാണെന്ന് പറഞ്ഞത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എന്താണ് ആമിസാർ പ്ലസ് വെർബ് പ്ലസ് ING അല്ലേ, ഇങ്ങനെ എഴുതി നമ്മൾ പഠിച്ചിരുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താന്ന് വെച്ചാൽ എന്താണ് ആയിരുന്നു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ ഇതെന്താണ് ഈ ബേസിക് ലേണേഴ്സിനും അതുപോലെ എന്താണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഈ വീട്ടിലെ എന്താണ് അമ്മമാർക്കും അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് ഇത് യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ശ്രമിക്കുക. അപ്പൊ സാറാണ് ആണ് എന്നുള്ളത്, ഇവിടെ ആയിരുന്നു എന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ആയിരുന്നു എന്നുള്ളത് എങ്ങനെയാണ് വാസ് ഓർ വേർ അല്ലെ. ഈ വാസ് വേർ ആണെന്ത് ആയിരുന്നു. അപ്പൊ വാസ് വേർ ആണ് ആയിരുന്നു എന്നുള്ളത് വരുന്നത്. അപ്പൊ ഇതിനും എന്തുവാ ഈ ആമിസാർ പോലെ റൂൾ ഉണ്ട്. എന്താണ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ, വെർബിന്റെ കൂട്ടത്തിൽ ING കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ വാസ് എപ്പോഴാണ് വരുന്നത് അറിയാം അല്ലെ. എന്താണ് വാസ് വരുന്നത് എപ്പോഴാണ് അറിയോ, സിംഗുലറിന്റെ കൂട്ടത്തിലാണ് അല്ലെ. അപ്പൊ സിംഗുലർ എന്താണ് പ്ലൂരൽ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിന്റെ എന്താണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും. ഓക്കെ, അപ്പൊ കാണുക കേട്ടോ. അപ്പൊ ഈ വാസ് എന്താണ് സിംഗുലറിന്റെ കൂട്ടത്തിലും വേറെ എപ്പോഴാണ് പ്ലൂരലിന്റെ കൂട്ടത്തിലാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇത് WERE വേറാണ് കേട്ടോ. അപ്പൊ എന്താണ് വാസ് സിംഗുലറിന്റെ കൂട്ടത്തിലും പിന്നെ എന്താണ് വേറെ എന്താണ് പ്ലൂരലിന്റെ കൂട്ടത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മളിപ്പോ നോക്കുന്നത്, അവൻ പോവുകയായിരുന്നു. എന്താണ് വാസ് ഓർ വേറിന്റെ മീനിങ് ആയിരുന്നു ആണ്. അപ്പൊ അവൻ പോവുക ആയിരുന്നു എങ്ങനെ പറയും, ഹി അല്ലെ. അവൻ എന്നുള്ളത് എന്താണ് ഹി അല്ലെ, ഹി. പിന്നെന്താണ് സിംഗുലർ ആണ് ഹി അല്ലെ. അപ്പൊ ഹി വാസ്. പോവുക എന്നുള്ളത് എന്താ പറയാ ഗോ അല്ലെ, ഗോന്റെ കൂട്ടത്തിൽ ING കൊടുക്കുക. അപ്പൊ ഗോയിങ് അല്ലെ, ഹി വാസ് ഗോയിങ്. ഓക്കെ, ഇനി അവൾ വരികയായിരുന്നു എങ്ങനെ കൊടുക്കുക ഷീ അല്ലെ. അവൾ എന്നുള്ള മീനിങ് എന്താണ് ഷീ വാസ് എന്താണ് കം ആണ് അല്ലെ, വരിക എന്നുള്ളത്. അപ്പൊ അതിന്റെ കൂടുതൽ എന്താണ് ING കൊടുക്കുക അല്ലെ, ഷീ ഈസ് കമ്മിങ് അല്ലെ. പിന്നെ എന്താണ് അവർ സംസാരിക്കുകയായിരുന്നു എങ്ങനെ കൊടുക്കുക ദേ അല്ലെ. അവർ എന്നുള്ളത് എന്താണ് ദേ. അവർ എന്ന് പറഞ്ഞാൽ പ്ലൂരൽ ആണ് അല്ലെ. പ്ലൂരൽ ആകുമ്പോ എന്താ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് വേറാണ് അല്ലെ. അപ്പൊ ദേ എന്ന് പറഞ്ഞാൽ പ്ലൂരൽ ആണ് അല്ലെ. അപ്പൊ ദേ വേർ അല്ലെ, ദേ വേർ എന്താണ് അവർ എന്താണ് സംസാരിക്കുകയായിരുന്നു അല്ലെ. ദേ വേർ ടോക്കിംഗ് അല്ലെ. ടോക്ക് അല്ല സംസാരിക്കുക, അതിന്റെ കൂടുതൽ ING കൊടുക്കുക. അപ്പൊ ദേ വേർ ടോക്കിംഗ് അല്ലെ. ഇനി എന്താണ് അവർ കളിക്കുകയായിരുന്നു എങ്ങനെ കൊടുക്കുക ദേ അവർ അല്ലെ. അപ്പൊ ദേ വരുമ്പോ എന്താണ് വേറാണ് കൊടുക്കുക. പ്ലൂരലിന്റെ കൂടുതൽ വേർ കൊടുക്കാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ദേ വേർ എന്താണ് ദേ വേർ കളിക്കുകയായിരുന്നു അല്ലെ. എന്താണ് കളിക്കുകയായിരുന്നു. കളിക്കുക ഉള്ളതിന് ഇംഗ്ലീഷ് എന്താ പറയാ പ്ലേ അല്ലെ. പ്ലേന്റെ കൂടുതൽ ING കൊടുക്കുക. അപ്പൊ പ്ലേയിങ് അല്ലെ, ദേ വേർ പ്ലേയിങ്. ഓക്കെ, പിന്നെന്താണ് അവൻ ഓടുക അല്ലെങ്കിൽ രാജു ഓടുകയായിരുന്നു എങ്ങനെ കൊടുക്കുക രാജു അല്ലെ. രാജു പറഞ്ഞാൽ സിംഗുലർ ആണ് അല്ലെ, ഒരാളാണ് അല്ലെ. ഒരാളാവുമ്പോ സിംഗുലർ അല്ലെ. സിംഗുലർ ആവുമ്പോ ഏതാ കൊടുക്കേണ്ടത് വാസ് അല്ലെ. അപ്പൊ രാജു വാസ് റണ്ണിങ് അല്ലെ, ഓടുകയായിരുന്നു അല്ലെ. ഓടുക റണ്ണാണ്, അതിന്റെ കൂടുതൽ ING കൊടുക്കുക അല്ലെ. അപ്പൊ രാജു വാസ് റണ്ണിങ് അല്ലെ. ഇനി എന്താണ് രാധ നടക്കുകയായിരുന്നു എങ്ങനെ കൊടുക്കുക രാധ അല്ലെ. രാധ സിംഗുലർ ആണ് അല്ലെ. അപ്പൊ സിംഗുലർ ആവുമ്പോ ഏതാ കൊടുക്കേണ്ടത് വാസ് ആണോ വേറാണോ, ഏതാണ് രാധ സിംഗുലർ ആണ്. അപ്പൊ വാസ് അല്ലെ. രാധ വാസ് എന്താ രാധ നടക്കുകയായിരുന്നു അല്ലെ. അപ്പൊ രാധ വാസ് വാക്കിംഗ്, രാധ നടക്കുകയായിരുന്നു അല്ലെ. പിന്നെന്താണ് നമ്മൾ പഠിക്കുകയായിരുന്നു അല്ലെ. ആ സമയത്ത് നമ്മൾ പഠിക്കുകയായിരുന്നു എന്നൊക്കെ പറയൂലേ. അപ്പോൾ നമ്മൾ എന്നുള്ളത് എന്താ പറയാ വി അല്ലെ. അപ്പൊ വി എന്ന് പറഞ്ഞാൽ എന്താണ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ. കുറെ ആൾക്കാരായിരുന്നു എന്താ ഞാൻ എന്നാണെങ്കിൽ ഒരാള് അല്ലെ. നമ്മൾ എന്ന് പറയുമ്പോ എന്തായി കുറെ ആൾക്കാരായില്ലേ. അപ്പൊ കുറെ ആൾക്കാരാകുമ്പോ എന്താ പ്ലൂരൽ ആണ് അല്ലെ. അപ്പൊ എന്താണ് വാസാണോ വേറാണോ വീന്റെ കൂട്ടത്തിൽ വരേണ്ടത് വേർ അല്ലെ. പ്ലൂരലിന്റെ കൂട്ടത്തിൽ വേർ ഉപയോഗിക്കുക അല്ലെ. അപ്പൊ വി വേർ എന്താണ് വി വേർ സ്റ്റഡി അല്ലെ.
വി വർ സ്റ്റഡിയിങ്, വി വർ സ്റ്റഡിയിങ്, നമ്മൾ പഠിക്കുക ആയിരുന്നു അല്ലേ. പിന്നെ ഞാൻ പഠിപ്പിക്കുകയായിരുന്നു അല്ലേ, ഐന്റെ കൂട്ടത്തിൽ എന്താണ് വരിക, ഐ അല്ലേ. നമ്മൾ പ്രസന്റിലാണെങ്കിൽ ഐന്റെ കൂട്ടത്തിൽ ആം ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലേ. അപ്പൊ എന്താണ്, ഞാൻ പഠിപ്പിക്കുകയാണെന്ന് പറയാൻ എന്താ, ഐ ആം ടീച്ചിങ് എന്നായിരുന്നു അല്ലേ. ഇനി ഞാൻ പഠിപ്പിക്കുക ആയിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, ഐ അല്ലേ. ഐ എന്താണ്, ഇവിടെ ആമില്ല അല്ലേ, ഇവിടെ ആകെ രണ്ടെണ്ണേ ഉള്ളൂ. അപ്പൊ രണ്ടെണ്ണേ ഉള്ളൂ. പക്ഷെ ഐന്റെ കൂട്ടത്തിൽ എന്താ, ഐനെ എപ്പോഴും പറഞ്ഞിട്ട് പ്ലൂരലിന്റെ ഫോമിൽ എന്താക്കണം, നമ്മൾ കണക്ക് കൂട്ടണം അല്ലേ. അപ്പൊ എന്താണ്, സോറി, ഐ വാസ് അല്ലേ, ഐന്റെ കൂട്ടത്തിൽ സോറി വാസാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. എന്താണ്, ഐ വാസ്. ചിലതില് നമ്മൾ പ്ലൂരലിന്റെ കൂട്ടത്തിലാണ് കണക്കാക്കുക, ഇതിൽ എന്താണ്, ഐ വാസാണ് കൊടുക്കുക. ഐന്റെ കൂട്ടത്തിൽ എപ്പോഴും വാസാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഐ വാസ് എന്താണ് വരുന്നത്, ഞാൻ പഠിപ്പിക്കുകയാണ് എന്നല്ലേ. ഐ വാസ് ടീച്ചിങ്, പഠിപ്പിക്കുകയായിരുന്നു അല്ലേ. പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം ടീച്ചിങ്, ഞാൻ പഠിപ്പിക്കുകയായിരുന്നു എന്താണ്, ഐ വാസ് ടീച്ചിങ് അല്ലേ. ഐ വാസ് ടീച്ചിങ്. ഓക്കെ. ഇനി എന്താണ്, അവൾ വായിക്കുക ആയിരുന്നു, എങ്ങനെ എഴുതും, അവൾ വായിക്കുകയായിരുന്നു. ഷീ സിംഗുലർ ആണ് അല്ലേ. ഷീ വാസ് എന്താണ്, ഷീ വാസ് എന്താണ്, റീഡിങ്. ഓക്കെ, ഷീ വാസ് റീഡിങ്. ഇനി അവൻ എഴുതുക ആയിരുന്നു, എങ്ങനെ എഴുതാ, ഹീന്റെ കൂട്ടത്തിൽ എന്താ, സിംഗുലർ ആണ്. അപ്പൊ ഹി വാസ് അല്ലെ, ഹി വാസ് റൈറ്റിംഗ്. ഓക്കെ, ഹി വാസ് റൈറ്റിംഗ്. അപ്പൊ ഹി വാസ് റൈറ്റിംഗ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ മനസ്സിലായല്ല, സിംഗുലറിന്റെ കൂട്ടത്തിൽ എപ്പോഴും വാസും പ്ലൂരലിന്റെ കൂട്ടത്തിൽ എപ്പോഴും വേറുമായിരിക്കും കൊടുക്കേണ്ടത് കേട്ടോ. സാധാരണ നമ്മൾ ഐ പ്ലൂരലിന്റെ കൂട്ടത്തിലാന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ, പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ വാസ് തന്നെ കൊടുക്കേണ്ടത് കേട്ടോ. ഇനി വരുന്നതിലൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ വാസും വേറും വരുമ്പോൾ ഐന്റെ കൂട്ടത്തിൽ എപ്പോഴും വാസ് ഉപയോഗിക്കുക. ഓക്കെ, ദെൻ നോക്കുക. അപ്പൊ ഹി വാസ് ഗോയിങ്, അവൻ പോവുകയായിരുന്നു. ഷീ വാസ് കമ്മിങ്, അവൾ വരികയായിരുന്നു. ദേ വർ ടോക്കിംഗ്, അവർ സംസാരിക്കുക ആയിരുന്നു. വാസിന് പറഞ്ഞ അർത്ഥം എന്താണ്, ആയിരുന്നു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ എന്താണ്, ദേ വർ പ്ലേയിങ്, അവർ കളിക്കുക ആയിരുന്നു. രാജു വാസ് റണ്ണിങ്, എന്താണ്, രാജു വാസ് ആയിരുന്നു, റണ്ണിങ് ഓടുകയായിരുന്നു അല്ലെ. അപ്പൊ രാജു ഓടുക ആയിരുന്നു. രാധ വാസ് വാക്കിംഗ്, രാധ നടക്കുകയായിരുന്നു. വി വർ സ്റ്റഡിയിങ്, നമ്മൾ പഠിക്കുകയായിരുന്നു. ഐ വാസ് ടീച്ചിങ്, ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. ഷീ വാസ് റീഡിങ്, അവൾ വായിക്കുകയായിരുന്നു. ഹി വാസ് റൈറ്റിംഗ്, അവൻ എഴുതുക ആയിരുന്നു അല്ലെ. അപ്പൊ വെർബിന്റെ കേസിലാണ് എന്ത്, ING കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ ING കൊടുക്കേണ്ട ഇത് മനസ്സിലായല്ലോ. ഈ വാസും വേറും വരുമ്പോൾ വെർബ് ആണെങ്കിൽ ING കൊടുക്കുക. ഇനി വെർബ് എന്താണ്, വെർബ് അല്ലാത്ത ഇതൊക്കെ ഉണ്ടാവും അല്ലെ. ഞാൻ എന്താണ്, ഗാർഡനിലായിരുന്നു, അവളൊരു നേഴ്സായിരുന്നു, പിന്നെന്താണ്, അവൻ സന്തോഷവാനായിരുന്നു അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോ എങ്ങനെ നമ്മൾ കൊടുക്കുക, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ വെർബ് നമ്മൾ ഇതുവരെ ആയിരുന്നു ഉള്ളതായിരുന്നു വെർബിന്റെ കൂടുതൽ അല്ലേ. ഇനി വെർബ് അല്ലാത്തത് ഉണ്ടാവില്ല. എന്താണ്, ഞാൻ പറഞ്ഞത് എന്താണ്, അവൻ ഗാർഡനിലാണ് നമ്മളെങ്ങനെ പറഞ്ഞിരുന്നത് ഓർമ്മ ഉണ്ടോ. ഹി ഈസ് ഇൻ ദ ഗാർഡൻ എന്നായിരുന്നു അല്ലെ. അപ്പൊ അവൻ ഗാർഡനിൽ ആയിരുന്നു എന്ന് എങ്ങനെ പറയും, ഹി ആയിരുന്നു ഉള്ള അർത്ഥം എന്താ വരിക, ഹി എന്താണ്, വാസ് അല്ലെ. ഹി വാസ് ഇൻ ദ ഗാർഡൻ, ഹി വാസ് ഇൻ ദ ഗാർഡൻ അല്ലെ. അവൻ ഗാർഡനിലായിരുന്നു അല്ലെ. നീ ഒരു സ്മാർട്ട് ബോയ് ആണ്, എങ്ങനെ പറയാ, യു ആർ എ സ്മാർട്ട് ബോയ് അല്ലെ. നീ ഒരു സ്മാർട്ട് ബോയ് ആയിരുന്നു എന്ന് എങ്ങനെ പറയാ, യു വേർ. യുവിന്റെ കൂട്ടത്തിൽ എപ്പോഴും വേറാണ് അല്ലെ, പ്ലൂറലായിട്ടാണ് വേർക്കുക. യു വേർ എന്താണ്, യു വേർ എ സ്മാർട്ട് ബോയ്, നീ ഒരു സ്മാർട്ട് ബോയ് ആയിരുന്നു അല്ലെ, സ്മാർട്ട് ബോയ്. ഓക്കെ, ഇനി എന്താണ്, ഞാൻ ഹാപ്പി ആണ് എന്ന് എങ്ങനെ പറഞ്ഞിരുന്നത്, ഐ ആം ഹാപ്പി അല്ലെ. ഞാൻ ഹാപ്പി ആയിരുന്നു എന്ന് എങ്ങനെ പറയും, ഐ വാസ് ഹാപ്പി, ഞാൻ ഹാപ്പി ആയിരുന്നു അല്ലെ. പിന്നെ എന്താണ്, പിന്നെന്താ പറയാ, ഹി എങ്ങനെ പറയും, ഇനി വേറെന്താന്ന് ആലോചിച്ച് നോക്കൂ. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, എങ്ങനെയായിരുന്നു, അതെന്താണ്, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു അല്ലേ. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്ന് എങ്ങനെ പറയും, യു വേർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. എന്താണ്, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇനി അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എങ്ങനെ പറയും,
ഹി വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. പിന്നെ ഞാൻ വീട്ടിലായിരുന്നു എന്ന് എങ്ങനെ പറയാ, ഐ വീട്ടിലായിരുന്നു എന്ന് എങ്ങനെ പറയും, ഐ വാസ് അറ്റ് ഹോം അല്ലേ, ഞാൻ വീട്ടിൽ ആയിരുന്നു. ഓക്കെ, ഇനി എന്താ പറയാ, അവൻ റെസ്റ്റോറൻറ്റിലായിരുന്നു എന്ന് എങ്ങനെ പറയും, ഹീ ഹീൻ്റെ കൂട്ടത്തിൽ എന്താ ആയിരുന്നു ഉള്ളത്, വാസ് അല്ലേ, ഹീ വാസ് അറ്റ് ദ റെസ്റ്റോറൻറ്റ് അല്ലേ, അറ്റ് ദ റെസ്റ്റോറൻറ്റ്. ഓക്കെ, ഹീ വാസ് അറ്റ് ദ റെസ്റ്റോറൻറ്റ്. അവൾ എന്താ ടോയ് ഷോപ്പിലായിരുന്നു എന്ന് എങ്ങനെ പറയും, അവൾ ടോയ് ഷോപ്പിൽ ആയിരുന്നു. ഷീ വാസ് അറ്റ് ദ ടോയ് ഷോപ്പ്. ഇനി അവൾ ടോയ് ഷോപ്പിലായിരുന്നു. പിന്നെ എന്താ പറയാ, നമുക്ക് വേറെ എന്തൊക്കെയാ പറയാൻ പറ്റും, അവൾ വേറെന്താ പറയാ നമുക്ക്, അവൾ ബസ് സ്റ്റോപ്പിലായിരുന്നു, അല്ലെങ്കിൽ രാധ ബസ് സ്റ്റോപ്പിൽ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ പറയാ, രാധ തന്നെ ആവണമെന്നില്ല കേട്ടോ, ഏത് ഇതെടുക്കുക. ഇനി എന്താണ് വേറെ ഏതെങ്കിലും പേരെന്താക്കുക നിങ്ങൾക്കറിയാം, ആ പേരൊക്കെ കൊടുത്തിട്ട് ഒരാളാണെങ്കിൽ എന്താണ് അയാളെ പേര് ഇത് എന്നിട്ട് എന്താണ് വാസ് അറ്റ് ദ എന്താണ് ബസ് സ്റ്റോപ്പ് അല്ലേ, വാസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് അല്ലേ, ബസ് സ്റ്റോപ്പ്. ഓക്കെ, രാധ വാസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് അല്ലേ. ഇനി എന്താണ്, നീ സ്കൂളിലായിരുന്നു എന്ന് എങ്ങനെ പറയും, അല്ലെങ്കിൽ അവർ സ്കൂളിലായിരുന്നു എന്ന് എങ്ങനെ പറയും, ദേ അല്ലേ, ദേ വേർ അല്ലേ. ദേ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലൂരൽ ആണ് അല്ലേ, അപ്പൊ പ്ലൂരലിന്റെ കൂട്ടത്തിൽ വേർ അല്ലേ. ദേ വേർ എവിടെ ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്, ദേ വേർ അറ്റ് ദ സ്കൂൾ അല്ലേ, സ്കൂളിലായിരുന്നു, അറ്റ് ദ സ്കൂൾ. ഓക്കെ, ദേ വേർ അറ്റ് ദ സ്കൂൾ അല്ലേ, അവർ സ്കൂളിലായിരുന്നു. പിന്നെന്താണ്, നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് എങ്ങനെ പറയും, വി വേർ അല്ലേ, വി നമ്മൾ അല്ലേ, വി എന്താണ് പ്ലൂരലാണ്, അപ്പൊ എന്താണ് വേർ ഉപയോഗിക്കുക അല്ലേ. അപ്പൊ പ്ലൂരലിന്റെ കൂട്ടത്തിൽ വേർ, സിംഗുലറിന്റെ കൂട്ടത്തിൽ വാസു ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം വി വേർ എന്താണ്, നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ, വി വേർ ഫ്രണ്ട്സ്, നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ, വി വേർ ഫ്രണ്ട്സ്. നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് പറയാൻ എങ്ങനെയായിരുന്നു, യു ആർ ഫ്രണ്ട് അല്ല സോറി വി ആർ ഫ്രണ്ട്സ് അല്ലേ, വി ആർ ഫ്രണ്ട്സ് അല്ലേ, നമ്മളാണ് അല്ലേ. അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് എങ്ങനെ പറയും, വി വേർ ഫ്രണ്ട്സ്. നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് എങ്ങനെ പറയും, വി ആർ ഫ്രണ്ട്സ്. അപ്പൊ ആറാണെങ്കിൽ ആണെന്നും വേറാണെങ്കിൽ ആയിരുന്നു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ മറക്കരുത്, ഈ വാസോ വേറോ ആണെങ്കിൽ ആയിരുന്നു എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓക്കെ, പിന്നെ വേറെന്ത് പറയാം നമുക്ക്, വേറെന്താ പറയാ നമുക്ക്, അവൻ മാർക്കറ്റിലാണെന്ന് എങ്ങനെ പറയാ, അവൻ എങ്ങനെ മാർക്കറ്റിലാണെന്ന് പറയാ, അല്ലെങ്കിൽ രാജു അല്ലെ, രാജു മാർക്കറ്റിലാണ് ആയിരുന്നു എങ്ങനെ പറയും, രാജു വാസ് അറ്റ് ദ മാർക്കറ്റ് അല്ലെ, അറ്റ് ദ മാർക്കറ്റ്. ഓക്കെ, രാജു മാർക്കറ്റിൽ ആയിരുന്നു. അപ്പൊ ആയിരുന്നു എന്നുള്ളത് മനസ്സിലായല്ലോ, ആയിരുന്നു എന്നുള്ളത് വാസ് വേർ ആണ് കേട്ടോ. അപ്പോൾ ആയിരുന്നു വെർബ് ആണെങ്കിൽ എന്താണ് ഒരു ആക്ഷൻ ആണെങ്കിൽ നമ്മൾ ആ ആക്ഷന്റെ കൂട്ടത്തിൽ ING കൊടുക്കുക. ആക്ഷൻ അല്ലാത്തത് ഇങ്ങനെ എഴുതുക. ഓക്കെ, അപ്പോൾ വാസിന്റെയും വേറിന്റെയും മീനിങ് ആണ് ആയിരുന്നു. ഞാൻ പോവുകയായിരുന്നു അല്ലെ, എന്താണ് ഐ വാസ് ഗോയിങ്, അവൾ വരികയായിരുന്നു, ഷീ വാസ് കമ്മിങ്. ഓക്കെ, അപ്പൊ വാസും വേറും ആണ് ആയിരുന്നു എന്നുള്ളത് കേട്ടോ. ഇനി ഈ ഭാഗം അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്താക്കുക, നന്നായി മനസ്സിലാക്കുക കേട്ടോ. നിങ്ങൾ എന്താക്കുക, മനസ്സിലായത് നിങ്ങൾ എന്താക്കുക, ഒരു നോട്ട്ബുക്കിൽ എടുത്ത് എഴുതുക. ഓക്കെ, നമുക്ക് എപ്പോഴും ഡൗട്ടൊക്കെ ഉണ്ടാവില്ല. നമ്മൾ പഠിക്കുന്ന കാലം മുതൽ നമുക്ക് ഡൗട്ടുകൾ ഉണ്ടാവില്ലേ, പിന്നെ നമ്മൾ അന്ന് പഠിച്ച പിന്നെ ഓർമ്മയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ആ സംശയം വന്നാൽ എന്താക്കുക, പിന്നെ നിങ്ങൾ ഇത് തുറന്ന് കാണണ്ടല്ലോ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളൊരു ബുക്ക് എടുക്കുക. എന്നിട്ട് ആ ബുക്ക് എടുത്തിട്ട് എന്താക്കുക, നിങ്ങൾ കിട്ടിയ പോയിന്റ്സുകളും മീനിങ്ങുകളും ഒക്കെ എന്താക്കുക, എഴുതി വെക്കുക. ഓക്കെ, എഴുതി വെച്ച് നമുക്ക് പിന്നെ എന്താണ് ഇടയ്ക്കൊന്ന് മറിച്ച് നോക്കിയാൽ നമ്മുടെ മെമ്മറിയിൽ എന്താക്കും, അതുണ്ടായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ഇത് നന്നായി പഠിക്കുക. ആം ഈസ് ആറാണെങ്കിൽ ആണ് എന്നുള്ള അർത്ഥവും, വാസ് വേർ എന്നാണെങ്കിൽ ആയിരുന്നു എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ റൂള്, വെർബാണെങ്കിൽ ആം ഈസ് ആറിൻ്റെയും കൂടുതൽ വെർബാണ് വരുന്നതെങ്കിൽ ING കൊടുക്കുക. അതുപോലെ വാസ് വേറിൻ്റെ കൂടുതലും വെർബാണ് വരുന്നതെങ്കിൽ ING കൊടുക്കുക കേട്ടോ. അത് മറക്കരുത് കേട്ടോ. അപ്പോൾ 3 നിങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക്